വർഷങ്ങൾക്ക് മുൻപ് ഗ്യാങ്സ്റ്ററായ ശക്തിവേലും സഹോദരൻ മാണിക്യവും കൂട്ടരും കള്ളൻ പോലീസും കളിക്കുമ്പോൾ അവിടെ പത്രമിടാൻ വന്ന ആളെ മാണിക്യൻ വെറുതെ വെടിവെച്ചു കൊല്ലുന്നു. ആ പത്രക്കാരന്റെ 2 മക്കളാണ് അമരനും ചന്ദ്രയും. അമരനെ ശക്തിവേൽ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ ചന്ദ്രയെ കാണാതാവുന്നു. ശക്തിവേൽ പെങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞ് ചെക്കനെ തേക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അമരൻ വളർന്ന് ശക്തിവേലിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളായി മാറുന്നു. ഗ്യാങ്സ്റ്ററായ ശക്തിവേലിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു അമരന്റെ മെയിൻ പണി. മാണിക്യത്തിന്റെ മകൾ ശാന്തിയെ വില്ലന്റെ സഹോദരിയുടെ മകൻ ഗർഭിണിയാക്കി ചതിച്ചതിനെ തുടർന്ന് അവൾ ആത്മഹത്യ ചെയ്യുന്നു. അതോടെ കലിപ്പായ ശക്തിവേൽ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെടിവെച്ചു കൊല്ലുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ശക്തിവേലിന് ജയിലിൽ പോകേണ്ടി വരുന്നു. ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ഇനി ഈ സാമ്രാജ്യമെല്ലാം നീ നോക്കി നടത്തുകയും എനിക്ക് ഗൾഫിൽ പോകാനുള്ള ടിക്കറ്റ് നേടുത്തു തരണമെന്ന് പറഞ്ഞ് ശക്തിവേൽ പോകുന്നു. എട്ടുപൊട്ടും അറിയാത്ത ഈ ചെക്കനെ ഏൽപ്പിച്ചത് മാണിക്യത്തിനും മറ്റു കൂട്ടുകാരികൾക്കും ഇഷ്ടമായിരുന്നില്ല. ജയിലിൽ പോയ ശക്തിവേലിന് അവിടെ സുഖജീവിതമായിരുന്നു. അങ്ങനെയിരിക്കെ ജയിലിലേക്ക് ശക്തിവേലിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രാണി എന്ന അയാളുടെ സെറ്റപ്പ് വരുന്നു. പണ്ട് അമരന്റെ പെങ്ങളെ കണ്ടുപിടിക്കാൻ നാട് മുഴുവൻ ഇറങ്ങിയപ്പോൾ തുമ്പിയെ കിട്ടിയില്ല, പകരം ഒരു മുയലിനെ കിട്ടിയെന്ന് പറയും പോലെ കിട്ടിയതാണ് അവളെ. ഇന്ദ്രാണി എന്ന സ്ത്രീയുമായുള്ള ബന്ധം കാരണം അയാളുടെ ഭാര്യയും അയാളും സ്ഥിരം വഴക്കുകളുണ്ടാവുന്നു. അതേസമയം അമരനും ഇയാളുടെ സെറ്റപ്പായ ഇന്ദ്രാണിയോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നു. പിന്നീട് ശക്തിവേൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ഒരു ആക്രമണത്തിൽ ശക്തിവേലിന് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ശക്തിവേൽ അമരനെ ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് അമരനെ ഡൗട്ട് അടിക്കുന്നു. സംശയം പ്രകടിപ്പിക്കുന്ന അമരനെ ആകെ ഫീൽ ആവുകയും ചെയ്യുന്നു. ഈ സമയം മാണിക്യവും കൂട്ടരും അച്ഛനെ കൊന്നത് ശക്തിവേലാണെന്ന് പറഞ്ഞ് അമരന്റെ മൈൻഡ് മാറ്റുന്നു. ഒട്ടനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതോടെ അമരന് ശക്തിവേലിനോട് വെറുപ്പും ദേഷ്യവും കൂടുന്നു. അങ്ങനെ ഇത്രയും കാലം ഇന്ദ്രാണിയോടൊപ്പം വർക്ക് ചെയ്തതല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് ആവാമെന്ന് പറഞ്ഞ് നേപ്പാളിലേക്ക് പോവുകയും അമരനും മാണിക്യവും കൂട്ടരും ചേർന്ന് ശക്തിവേലിനെ വെടിവെച്ച് മലമുകളിൽ നിന്ന് താഴെ തള്ളിയിടുന്നു. പക്ഷേ അണ്ണൻ പടച്ചോനെ ഇങ്ങള് കാത്തോളിയെന്നും പറഞ്ഞ് മുത്തശ്ശിയെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. അണ്ണൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നപ്പോൾ ചില സന്യാസിമാർ അണ്ണനെ രക്ഷിക്കുന്നു. ശക്തിവേൽ മരിച്ചു എന്ന് കരുതി അമരൻ ഗ്യാങ്ങിന്റെ പുതിയ ലീഡറായി മാറുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ദുചൂടൻ പ്രതികാരം ചെയ്യാൻ വരികയും അണ്ണനെ ചതിച്ച് എല്ലാറ്റിനെയും അണ്ണൻ പടമാക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ശക്തിവേലിന്റെ ഭാര്യയ്ക്ക് പഴയ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം അമരനും ഇന്ദ്രാണിയും തമ്മിൽ ചെറിയൊരു അതന്നെ അവർ നാടുവിടാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം ശാരി പോയാൽ മേരി എന്നും പറഞ്ഞ് അണ്ണൻ വീണ്ടും ഇന്ദ്രാണിയുടെ അടുത്ത് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും വില്ലന്റെ ടീം വന്ന് ബോംബ് വെച്ച് ഇന്ദ്രാണിയെ കൊല്ലുന്നു. അവളുടെ അടുത്തേക്ക് ഓടിപ്പോയ അണ്ണന്റെ മണ്ടയിൽ കോൺക്രീറ്റ് കട്ട വീണ് ബസിന്റെ ടയർ കയറിയ തവളയെ പോലെയാവുന്നു. അവിടെ നിന്നും അനങ്ങാൻ പറ്റാതെ അവസാനം പോലീസ് വരികയും അയാളെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് കൊലകൊല്ലി ട്വിസ്റ്റ്. ഇത്രയും കാലം കാണാതായ ചന്ദ്ര ആ പോലീസുകാരന്റെ ഭാര്യയായിരുന്നു. അങ്ങനെ അവസാനം ഇന്ദ്രാണി പോയ ദേഷ്യത്തിൽ അമരനും ശക്തിവേലും തമ്മിൽ ഒരു കുഞ്ഞൻ ഫൈറ്റ്. അപ്പോഴേക്കും വില്ലന്റെ ടീം വന്ന് അമരനെ വെടിവെക്കുകയും അണ്ണൻ ചന്ദ്രയുടെ മടിയിൽ കിടന്ന് ചന്ദ്രനിലേക്ക് പോവുകയും ചെയ്യുന്നു. അവസാനം തഗ് ലൈഫ് ഇട്ട് സുഖ് ലൈഫ് ആസ്വദിക്കാൻ അണ്ണൻ ഗ്രാമത്തിലേക്ക് പോകുന്നു.